ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവവചനം വായിച്ചപ്പോൾ അതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വചനം ഞാനിപ്പോൾ നിങ്ങൾക്കായി വായിക്കാം. മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ? ജീവനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും? ഇത് സങ്കീർത്തകൻ എഴുതിയിരിക്കുന്നതാണ്. ഇന്ന് ഈ വചനം അനുസരിച്ച് വിശുദ്ധ യോഹന്നാനിലൂടെ ഈശോ അരുളി ചെയ്തിരിക്കുന്നത് നോക്കാം. ഞാൻ ജീവനും പുനരുത്ഥാനവുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവൻ മരിക്കുകയില്ല. ഈ ഒരു വചനം നമുക്ക് നോക്കാം. എങ്ങനെയാണ് മരിച്ചാലും ജീവിക്കുന്നവൻ, എങ്ങനെയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവിക്കാൻ സാധിക്കും? ക്രിസ്തു ജീവനും പുനരുത്ഥാനവുമാണ്. ക്രിസ്തു വാഗ്ദാനം നൽകിയ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുന്നവർ മരിച്ചാലും ജീവിക്കും. പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഓരോ ദിനവും രാത്രിയും ഓരോ നിമിഷവും നയിക്കപ്പെടുന്നവർ മാത്രം മരിച്ചാലും ജീവിക്കും. നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം സ്വന്തമാക്കിയാൽ, ആ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെട്ടാൽ, അങ്ങനെയുള്ളവർ മരിച്ചാലും ജീവിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിലെ ഒരു പ്രശ്നങ്ങളും ഒരു പ്രശ്നമാവുകയില്ല. ഈ ലോകത്തിലെ എത്ര പ്രതിസന്ധികളും ഒരു പ്രതിസന്ധി ആകുകയില്ല. എന്തെന്നാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ഒറ്റയ്ക്കല്ല പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത്, ഒറ്റയ്ക്കല്ല പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നത്, ഒറ്റയ്ക്കല്ല ജീവിതത്തെ പോരാടുന്നത്. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണയാണ്. നിങ്ങളെ സഹായിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ നാം ഇപ്പോൾ കാണുന്ന വ്യക്തിത്വങ്ങൾ, നാം ഇപ്പോൾ കാണുന്ന മനുഷ്യർ, അത് ഏത് ജീവിത അന്തസ്സിലുള്ളവരാണ് എങ്കിലും ആർക്കും നമ്മെ ദൈവത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയില്ല. കർത്താവായ ദൈവത്തിലേക്ക് നയിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ദൈവത്തിലേക്ക് നയിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ അത് കള്ളം പറയുകയാണ്. ആർക്കും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇപ്പോൾ ഉണ്ട് എങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ, വാഗ്ദാനങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളുടെ പ്രാർത്ഥനകൾ മാത്രമാണ് സ്വർഗത്തിൽ സ്വീകാര്യമാകുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ നാം കാണുമ്പോൾ നമുക്കൊരു പക്ഷേ മനസ്സിലാകണമെന്നില്ല. അവരുടെ വേഷവിധാനങ്ങളോ അവരുടെ വ്യക്തിത്വങ്ങളോ അവരുടെ ജീവിത രീതികളോ ആരും തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ജീവിതമായിരിക്കാം. ആരും തന്നെ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിത്വമായിരിക്കാം. ആരും തന്നെ കണ്ടാൽ പിറകിന് പോകുന്ന ഒരു വ്യക്തിത്വമാവുകയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ. അതിനാൽ നിങ്ങൾ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ആരുടെ പ്രാർത്ഥന കേട്ടാലും നിങ്ങൾ ഓർക്കുക, ഇത് വിവേചിച്ചറിയുക. ദൈവത്തിൻ്റെ പ്രാർത്ഥനയാണോ? ദൈവത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണോ? ദൈവത്തിലേക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലേക്ക് നയിക്കപ്പെടുന്ന പ്രാർത്ഥനയാണോ? സ്വർഗത്തിൽ സ്വീകാര്യമായ പ്രാർത്ഥനയാണോ? അതോ സ്വന്തം വ്യക്തിത്വത്തിലേക്ക്, സ്വന്തം സ്ഥാപനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന പ്രാർത്ഥനയാണോ? നിങ്ങൾ വിവേചിച്ചറിയുക. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് എങ്കിൽ അത് യഥാർത്ഥ പ്രാർത്ഥനയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന ഒരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, നാടോടുമ്പോൾ നടുവേ ഓടുന്നവർ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല.
നാടോടുമ്പോൾ നടുവേ ഓടുന്നവർ ആരും തന്നെ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രരാവുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ മാത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടുന്നവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രരാവുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സ്വർഗം തുറക്കുകയുള്ളൂ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നോളമുള്ള പ്രാർത്ഥനയിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടെ മാത്രമാണ് ഹീലിംഗ് പ്രേയേഴ്സ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലും ഞങ്ങൾ നിയോഗങ്ങൾ സാധിക്കാൻ പ്രാർത്ഥിക്കും എങ്കിലും ആ നിയോഗങ്ങൾ മാത്രമായിരിക്കരുത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. നിയോഗമുള്ള പ്രാർത്ഥന ആയിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മെ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കും. നാം വിചാരിക്കും ഇത് ദൈവത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. അവസാനം ദൈവം നമുക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ അടച്ചു കഴിയുമ്പോൾ മാത്രമാണ് കർത്താവേ, ഞാൻ വഞ്ചിക്കപ്പെട്ടുവല്ലോ, ചതിക്കപ്പെട്ടുവല്ലോ, വർഷങ്ങളായി ഞാൻ കേട്ടിരുന്ന ചില വ്യക്തിത്വങ്ങൾ, ഞാൻ കണ്ടിരുന്ന വ്യക്തിത്വങ്ങൾ, ഞാൻ കേട്ടിരുന്ന പ്രഭാഷണങ്ങൾ, ഞാൻ കേട്ടിരുന്ന പ്രാർത്ഥനകൾ, ഇത് ദൈവത്തിലേക്ക് എന്നെ നയിച്ചില്ലല്ലോ, ഇത് എന്നെ അവരിലേക്ക് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി അവരെന്നെ നയിക്കുകയായിരുന്നല്ലോ, ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അല്ല നയിക്കപ്പെട്ടിരുന്നത് എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് ഇന്ന് ഈ സമയം, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനു വേണ്ടി ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ യാത്രകളെക്കുറിച്ച്, നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പിൻകാലങ്ങളിലെ ജീവിതത്തെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തി തരുന്നത് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് യേശുവിൻ്റെ പരിശുദ്ധാത്മാവാണ്. മകനെ, മകളെ, ഈ രാത്രിയിൽ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ലാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്തവരുടെ പ്രാർത്ഥന സ്വർഗം നിരസിച്ചു കളയും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവത്തിൻ്റെ മുൻപിൽ വിലയുള്ളത്. അതൊരുപക്ഷെ ഏറ്റവും നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നാം, ഒരുപക്ഷെ അധികം ആളുകൾ കാണാത്ത വീഡിയോ എന്ന് നിങ്ങൾക്ക് തോന്നാം, ഒരുപക്ഷെ ജനപ്രീതി നേടിയിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം അത് പ്രാർത്ഥിക്കുന്നത്, ഒരുപക്ഷെ ജനപ്രീതി നേടിയിട്ടില്ലാത്ത ഒരു ചാനലായിരിക്കാം. എന്നാൽ നിങ്ങൾ ഓർക്കുക, സത്യത്തിൻ്റെ മാർഗത്തിൽ നിങ്ങളെ ആര് നയിക്കുന്നു ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ വലിയ വിലയുള്ളതാണ്. ഇന്നു മുതൽ നാം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ, നീ എന്നെ നയിക്കുന്ന ആ വഴിയിലൂടെ എന്നെ നടത്തണമേ. ആരൊക്കെ എൻ്റെ മേൽ അധികാരമെടുക്കാൻ ശ്രമിക്കുന്നുവോ, ആരൊക്കെ എൻ്റെ ദിശയെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്നുവോ, ശരിയായ മാർഗം എന്ന് കാണിച്ച് തെറ്റായ മാർഗത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ആരൊക്കെ എന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുവോ, അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളിൽ നിന്നും കർത്താവേ, നീ എന്നെ രക്ഷിക്കണമേ, എന്നെ നീ മാറ്റി നിർത്തണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് ജീവിതത്തിൽ എന്നും ജീവിച്ചാലും മരിച്ചാലും സുരക്ഷിതത്വം തന്നെ ആയിരിക്കും. ആർക്കും അവരുടെ ആത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ആർക്കും അവരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ? ജീവനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും എന്ന് സങ്കീർത്തനം 89:48 നമ്മോട് ചോദിക്കുമ്പോൾ, ഉണ്ട് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയായിരിക്കണം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിത്വമായിരിക്കണം. ഈ രാത്രിയിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? നമുക്ക് നിയോഗങ്ങൾ മാത്രം സാധിച്ചാൽ മതിയോ?
ജനനം മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് പല നിയോഗങ്ങളും സാധിച്ചു കിട്ടി, പല കാര്യങ്ങളിൽ നിങ്ങൾ വിജയിച്ചു, പല രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യം കിട്ടി. എന്നാൽ നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ സമ്പൂർണമായോ? നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഫലം ഉള്ളവരായി മാറിയോ? ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇന്നും നിങ്ങൾ നിയോഗം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ നാം ജീവിച്ചാൽ നമ്മുടെ ജീവിതം എവിടെ എത്തും? അതിനാൽ ഇന്ന് നാം അനുതപിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, സമയം പൂർത്തിയായിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതാപമുള്ള ഹൃദയത്തിൽ മാത്രമേ പരിശുദ്ധാത്മാവ് കുടികൊള്ളുകയുള്ളൂ. അനുതാപമുള്ള ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവം ഉത്തരം നൽകുകയുള്ളൂ. അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹത്തോടെ നാം ഓരോ ദിനവും രാത്രിയും പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്ത്, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കൾ സ്വന്തമാക്കാനുള്ളതാണോ എൻ്റെ ജീവിതം? അതോ എന്നെ അയച്ച ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി പൂർണ്ണമാക്കി ഞാൻ തിരികെ ദൈവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, വിശ്വസ്തനും വിവേകിയുമായ ദാസ, നീ എൻ്റെ സന്തോഷത്തിൽ കുടികൊള്ളുക, നീ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് കേൾക്കാനാണോ നാം ഇഷ്ടപ്പെടുന്നത്? അതോ നിയോഗങ്ങൾ മാത്രം സാധിക്കാനായി പ്രാർത്ഥിച്ച് ജീവിച്ച് അങ്ങനെ ഒരു വ്യക്തിത്വമാണ് നാം ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവ് നമ്മുടെ മേൽ കതകടയ്ക്കുമോ? സ്വർഗത്തിൻ്റെ വാതിൽ നമുക്ക് നേരെ അടയ്ക്കുമോ എന്ന് ഇന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിക്കും, നമ്മുടെ നിയോഗങ്ങൾ സാധിക്കും. എന്നാൽ നിയോഗങ്ങൾ സാധിക്കാൻ മാത്രമായിരിക്കരുത് നിങ്ങൾ ജീവിക്കുന്നത്. അത് ദൈവത്തിൽ നിന്നുള്ള ജീവിതമല്ല, അത് സാത്താനിൽ നിന്നുള്ള ജീവിതമാണ്. അതിനാൽ നിയോഗങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത്. നിയോഗങ്ങൾ മാത്രം സാധിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ജീവിതം നിയോഗങ്ങൾക്കുള്ളതല്ല, നിയോഗങ്ങൾ സാധിക്കുന്നതല്ല. അതല്ല നിങ്ങളുടെ ജീവിത ലക്ഷ്യം. പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുക. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ജീവിതം, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങളെ തീർച്ചയായും കർത്താവ് സാധിച്ചു തരും. ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, നീ ആഗ്രഹിക്കുന്ന പ്രാർത്ഥന മാത്രം കേൾക്കാൻ, മറ്റെല്ലാ പ്രാർത്ഥനയും ഉപേക്ഷിക്കാൻ, നിന്നിലേക്ക് നയിക്കാത്ത എല്ലാ പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കാൻ എനിക്ക് കൃപ തരണമേ, എനിക്ക് ശക്തി തരണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, സത്യത്തിൻ്റെ മാർഗം എനിക്ക് കാണിച്ചു തരണമേ. സത്യത്തിലേക്ക് നയിക്കുന്ന പ്രാർത്ഥനയെ എന്നെ കേൾപ്പിച്ചു തരണമേ. സത്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളെ എന്നെ കാണിച്ചു തരണമേ. ഞാൻ ആരെയാണ് കാണേണ്ടത്, ഞാൻ ആരെയാണ് കേൾക്കേണ്ടത് എന്ന് പരിശുദ്ധാത്മാവേ, നീ എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കണമേ എന്ന് ഓരോരുത്തരും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നാം കിടക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനു വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവൻ കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രതിസന്ധികൾ കർത്താവ് അറിയുന്നുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയതിന് ഒരു കാരണമുണ്ട്. ആ കാരണമാണ് നിങ്ങൾ ഇന്ന് രാത്രിയിൽ പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുക. എൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള കാരണം അതെന്താണ്? അത് ഞാൻ ദൈവത്തിലേക്ക് തിരിയുന്നതിനുള്ള ആഹ്വാനമായി എടുത്ത് നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റം വരുത്തുക. നമ്മുടെ ജീവിതത്തിൽ ഈ 2026 വർഷത്തിൽ നാം പൂർണ്ണമായും ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറുക. ഒരിക്കലും നിങ്ങൾ നിയോഗങ്ങൾ സാധിക്കുന്നവരുടെ പിറകെ പോകരുത്. ഒരിക്കലും നിങ്ങൾ നിയോഗങ്ങളുടെ സാധൂകരണത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പോകരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോകരുത്.
നിങ്ങൾ ദൈവത്തിലേക്ക് പോകുക, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക. നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ കതകടച്ചിട്ട് നിങ്ങൾ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുക. അവിടെയാണ് സ്വർഗം തുറക്കുന്നത്. അവിടെയാണ് സ്വർഗം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന. അപ്പോഴാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ സ്വർഗം തുറക്കുന്നത്. സ്വർഗത്തിൽ സ്വീകാര്യമായ പ്രാർത്ഥന അത് നിങ്ങളുടെ മുറിയിലിരുന്ന് നിങ്ങൾ കതകടച്ചിട്ട് മറ്റെല്ലാ ബന്ധനങ്ങളിൽ നിന്നും മാറി നിന്ന് നിങ്ങളുടെ മുറിയിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ദൈവവുമായി സംസാരിക്കുക. ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അവിടെ സ്വർഗം നിങ്ങൾക്ക് മേലെ തുറന്നിരിക്കും. നിങ്ങളുടെ നിയോഗങ്ങൾ തീർച്ചയായും സാധിക്കും. എന്നാൽ സ്വർഗം കേൾക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ മുറിയിൽ കതകടച്ചിരുന്ന് ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുമ്പോഴാണ്. ആ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന് സ്വീകാര്യമായ പ്രാർത്ഥനയായി നിങ്ങളുടെ പ്രാർത്ഥന മാറുന്നത്. അതിനാൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെന്നാൽ കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നവൻ, നിങ്ങളുടെ ജീവിതത്തെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, നിങ്ങളുടെ ജീവിതത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ മാനിക്കുന്നവൻ കർത്താവായ ദൈവം മാത്രമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതിനാൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനു വേണ്ടി ആഗ്രഹത്തോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനോട് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ കൂടി ഉണ്ടാകുന്ന വിഷമങ്ങളെ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ മക്കളുടെ ഭാവി വിവാഹ ജീവിതം എല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങളെ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ രോഗങ്ങൾ, വിട്ടുമാറാത്ത വേദനകൾ, വിഷമങ്ങൾ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയായി മാറും. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളായി അയക്കുന്ന കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനാൽ മാത്രം നിങ്ങൾ നയിക്കപ്പെടുക. അവിടെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. അതിനാൽ വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നമുക്ക് അനുതാപ ഹൃദയത്തോടെ ഏകാന്തതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ കർത്താവ് സുഖമായ നിദ്ര നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി നിങ്ങൾ ജീവിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്ത് ഭയം കൂടാതെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നാളത്തെ ദിവസം ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെ 5 മണിക്കുള്ള പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതിനും നാളത്തെ ദിവസത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ എല്ലാവർക്കും കർത്താവ് സുഖനിദ്ര നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും പരിപൂർണ മോചനം നൽകി സുഖമായ ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. യഥാർത്ഥ പ്രാർത്ഥന ഈ ലോകം മുഴുവൻ എത്തുന്നതിന്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട പ്രാർത്ഥന ഈ ലോകം മുഴുവനും എത്തുന്നതിന് നിങ്ങളും കൂടി പരിശ്രമിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.